പലപ്പോഴുമേ നമ്മളുടെ ജീവിതത്തിലെ സന്തോഷം കെടുത്തിക്കളയുന്ന ഒരു കാര്യമാണ് നമുക്കില്ലാത്തത് മറ്റുള്ളവർക്കുണ്ടാകുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുകയും നമ്മൾ അസൂയാലുക്കളായി തീരുകയും ചെയ്യുന്നത്. ഇതിലൂടെ നമ്മളുടെ ഉള്ള സന്തോഷം നമുക്ക് നഷ്ടപ്പെടുകയും നമ്മൾ അസ്വസ്ഥരായി തീരുകയും പലപ്പോഴും നമുക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കില്ലാത്തത് മറ്റൊരാൾക്ക് ഉണ്ടാകുന്നത് നമ്മളുടെ കഷ്ടപ്പാടുകളുണ്ടോ, നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ, നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുത്തതുകൊണ്ടോ അല്ല. അവരുടെ അധ്വാനവും അവരുടെ പരിശ്രമവും അവരുടെ കഠിന പ്രയത്നം കൊണ്ടും അവർ നേടിയെടുത്തതാണ് അവരെ ഇന്ന് പലപ്പോഴും അനുഭവിക്കുന്നത്. അപ്പം നമുക്കില്ലാത്ത പലതും മറ്റൊരാൾക്കുണ്ടാകുന്നെങ്കിൽ ഒന്നോർക്കുക, അതവരുടെ കഠിന പ്രയത്നം കൊണ്ടും പരിശ്രമങ്ങൾ കൊണ്ടും കാലങ്ങൾ കൊണ്ട് അവർ നേടിയെടുത്തതാണ്. ഇനി അതിനെ ഓർത്ത് നമ്മൾ അസൂയപ്പെട്ടിട്ടോ നമ്മൾ അസ്വസ്ഥരായിട്ടോ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്കില്ലാത്തത് ഒരാൾക്ക് ഉണ്ടാകുമ്പോൾ അയാളെ ഓർത്ത് നമ്മൾ അസൂയപ്പെട്ടാൽ അയാൾ തൊട്ട് അറിയുകയുമില്ല, നമ്മളുടെ സമാധാനം നഷ്ടപ്പെടുകയും നമ്മുടെ സ്വസ്ഥത ഇല്ലാതാകുകയും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും നമുക്കില്ലാത്തത് മറ്റൊരാൾക്കുണ്ടാകുമ്പോൾ അയാളെ ഓർത്ത് നമ്മൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ അധ്വാനം കൊണ്ടോ നമ്മുടെ കഷ്ടപ്പാട് കൊണ്ടോ നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടോ അല്ല ഒരാൾ ഉന്നതിയിലെത്തിയത്. അയാളുടെ കഷ്ടപ്പാട് കൊണ്ടും അയാളുടെ ബുദ്ധിമുട്ട് കൊണ്ടും അയാളുടെ കഠിന പ്രയത്നം കൊണ്ടും അയാൾ നേടിയെടുത്തതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ടോ അസ്വസ്ഥരായിട്ടോ നമുക്ക് തന്നെയല്ലേ പ്രശ്നങ്ങളുണ്ടായിത്തീരുന്നത്, നമ്മുടെ സ്വസ്ഥതയല്ലേ നഷ്ടപ്പെട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സംഗതി ഇല്ലാതെ വരുന്നത് മറ്റൊരാൾ ഉണ്ടാകുമ്പോൾ അതിനെ ഓർത്ത് നമ്മൾ അസൂയപ്പെടുകയല്ല, പകരം സന്തോഷിച്ചാൽ നമുക്ക് സാധിച്ചാൽ നമ്മുടെ സന്തോഷം ഇരട്ടിയാകുകയും നമുക്ക് സമാധാനമുണ്ടാകുകയും ചെയ്യും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.